തഹ്ലീൽ ചൊല്ലി ആ മഖ്ബറയിലേക്ക് ബഹുമാനപ്പെട്ടവരെ സുന്നി ആചാരപ്രകാരം കൊണ്ടുപോയപ്പോ 10,000-കണക്കിന് ലോകപ്രശസ്ത ആലിമീങ്ങൾ ഹറമിലും പരിസരത്തും ബോധരഹിതരായി കിടക്കുകയായിരുന്നു. ആ മഹാനായ സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അഹ്മദ് മാലിക്കി തങ്ങൾ ഈ കഴിഞ്ഞ റമളാനിൽ എന്നോടൊരു കഥ പറഞ്ഞു. എന്താണ് കഥയെന്നറിയുന്നു? എന്റെ കൂടെ ബഹുമാനപ്പെട്ട എടപ്പള്ളി ഉസ്താദുണ്ട്, അതുപോലുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ കൂടി പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്തി അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ ബൈത്ത് ചൊല്ലാൻ തുടങ്ങി. ചൊല്ലിയിട്ട് അവസാനം യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി, ഓ പ്രിയപ്പെട്ട നബിയേ, അങ്ങന്റെ കൈപിടിച്ചാലും എന്ന് ഞാൻ പറയുമ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനായ തബീർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഹബീബിനോട് ഇസ്തിഗാസ ചെയ്ത് കരഞ്ഞ് ചെയ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നേരിട്ട് വന്ന് കൈ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ എനിക്കും കൈ തരുവാൻ അള്ളാഹുവിന്റെ ഹബീബിന് കഴിയുമല്ലോ. ഇത് ചിന്തിക്കുമ്പോ ഞാൻ പരിസരം മറന്നുപോയി. ആ നിന്നിൽ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഞാനൊരു പ്രത്യേക ലഹരിയിലെത്തിയപ്പോ അതാ എന്റെ കയ്യിലൊരു കൈ വന്ന് നിൽക്കുന്നു. ഞാൻ കണ്ണു ചുണ്ടി ആ കൈ അമർത്തിപ്പിടിച്ച് എന്റെ സങ്കടം മുഴുവനും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ എന്റെ കയ്യിലേക്ക് വെച്ചിരിക്കുന്ന കയ്യ് എന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിനിധിയായി എന്റെ കയ്യിലേക്ക് നൽകിയിരിക്കുന്ന കയ്യ് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദിന്റെ കയ്യായിരുന്നു എന്നതുകൊണ്ട് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ വലിപ്പം മക്കളെ കേരളീയായ നിങ്ങൾക്കറിയില്ല. എനിക്കൊരുപാട് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് മാലിക്കി തങ്ങൾ ഇക്കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അനുഭവം ഈ കഴിഞ്ഞ യാത്രയിൽ എന്റെ മനസ്സിലുണ്ട്. പൊതുവേദിയിൽ പറയാൻ പ്രയാസമുണ്ട്. ഞാൻ പറയുന്നത് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ആരാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു വാദപ്രതിവാദത്തിന് പോവുകയാണ്. വല്ലാത്ത വിഷമമുണ്ട്. ആദ്യമായി ഒറ്റയ്ക്ക് നടത്തുന്ന വാദപ്രതിവാദമാണ്. ഈ വാദപ്രതിവാദത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്ന ദീനാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയുള്ള ഒരാളിവെന്ന നിലയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്നാലും ഉസ്താദ് പോയി മഞ്ഞക്കുളം മക്കാം സിയാറത്ത് ചെയ്തു. പോകുമ്പോൾ ആദ്യമായി ശ്രദ്ധിച്ചത് മടവൂർ ഉസ്താദിനെ കിട്ടുമോ എന്നാണ്. മടവൂർ ഉസ്താദ് പല രാജ്യത്തും നടക്കുന്ന സമയമായതുകൊണ്ട് മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം തങ്ങൾ അല്ലാഹു അവരെയും നമ്മളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി പെരുമാറാകട്ടെ. ആണ്ട് നടക്കുന്ന സമയമാണല്ലോ. എല്ലാ വീട്ടിലും ഒരു ചെറിയ ഫാത്തിഹ ഓതിയിട്ടെങ്കിലും ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ടെങ്കിലും ആരെയും വിളിച്ചില്ലെങ്കിലും നിങ്ങൾ ആ ആണ്ടൊന്ന് കഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. മഹാനായ മടവൂർ ഉസ്താദിനെ നോക്കിയിട്ട് കാണുന്നില്ല. വിഷമത്തോടെ പോയി മഞ്ഞക്കുളം മക്കാൻ സിയാറത്ത് ചെയ്തു. പുറത്തിറങ്ങുമ്പോൾ ഒരാൾ വരുന്നു. ഞാൻ മടവൂരിന്നാണ് വരുന്നത്, ഉസ്താദ് പറഞ്ഞയച്ചതാണ്, ധൈര്യമായി സംവാദം നടത്താൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഉസ്താദിന് സമാധാനമായി. 4 ദിവസത്തെ സംവാദം നടന്നു. 98 വീടുകൾ, അവിടെയുള്ള ഭൂരിപക്ഷ വീടുകളും സുന്നിയായി, ഒരു വീട് പള്ളിയായി പ്രഖ്യാപിച്ചു. റാഹത്തായി തിരിച്ചു വരുമ്പോ വല്ലാത്ത രോഗം. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ രോഗം കാണുന്നില്ല. ഡോക്ടർ കൊടുത്ത മരുന്നുകൊണ്ടൊന്നും ശിഫയാകുന്നില്ല. വീട്ടിലെത്തി ഉസ്താദ് തളർന്നു പോയ ഉസ്താദ് മടവൂരിന് വേണ്ടി ജീവിക്കുന്ന മടവൂർ ഉസ്താദ് യാസീനോദി ഹദിയ ചെയ്തു. അങ്ങ് ഉറങ്ങിപ്പോയി. അർദ്ധരാത്രി സമയമാകുമ്പോഴാ ഉസ്താദ് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ഒരു ശത്രു ഉസ്താദിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഉസ്താദ് അതിശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്നു. ശത്രു പിന്നാലെ ഓടി വരികയാണ്. ഒരു കിണറിന്റെ വക്കിലെത്തി. ആ കിണറിലേക്ക് വീണാൽ ഇനി രക്ഷപ്പെടുകയില്ല. ശത്രു വന്ന് ഉസ്താദിനെ കിണറിലേക്ക് തള്ളി. ഉസ്താദ് ശക്തിയായി എടുത്തു ചാടി. അതാ കിണറിന്റെ മറുഭാഗത്തെത്തി. ശത്രുവും മറുഭാഗത്തെത്തി. ഉസ്താദിനെ പിടിച്ച് കിണറിലേക്ക് വലിക്കുകയാണ്. ഉസ്താദ് തളർന്നുപോയി കിണറിലേക്ക്
ശത്രുവിലേക്ക് വീടുമെന്നായി. പെട്ടെന്നാണ് മടവൂർ ഷെയ്ഖ് അവർകൾ പ്രത്യക്ഷപ്പെടുന്നത്. മഹാനായ CM വലിയുള്ളായി പ്രത്യക്ഷപ്പെട്ട് ശത്രുവിനെ ആട്ടിയോടിച്ചു. പുറത്ത് ഉസ്താദിനെ വിളിച്ചിട്ട് നാവ് തുറക്കാൻ പറഞ്ഞു. നാവിന്റെ അടിഭാഗത്തിൽ ഒരു കറുത്ത സാധനമെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പുറത്തൊരു കുട്ടുകുട്ടിയിട്ട് പറഞ്ഞു, ലാ തഖഫ്, പേടിക്കേണ്ടതില്ല. ഉസ്താദ് അങ്ങ് ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ ഒരു രോഗമില്ല. ഉസ്താദിന് വല്ലാത്ത അത്ഭുതം. ഉടനെ ബഹുമാനപ്പെട്ട ഉസ്താദ് മടവൂർ ഉസ്താദിനെ കാണാൻ താല്പര്യപ്പെടുകയാണ്. അന്വേഷിക്കുമ്പോൾ കിട്ടുന്നു, കുട്ടിപള്ളിയിലെ മുട്ടായി ഹാജിയുടെ വീട്ടിലുണ്ട്. എന്നോട് ഈ സംഭവം പറയുന്നത് ബഹുമാനപ്പെട്ട അന്ന് ഉസ്താദ് മടവൂർ ഉസ്താദിനെ കാണാൻ വരുമ്പോൾ മടവൂർ ഉസ്താദിന്റെ കാലിഞ്ഞുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പാപ്പയാണ്. അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. മടവൂരിന്റെ കയ്യിൽ നിന്ന് കാലിഞ്ഞു വലിച്ചു. ഒരൊറ്റ എണീക്കല എണീറ്റോടനെ പറഞ്ഞു, അമാ ഖുൽതു ലക ലാ തഖഫ് അഖൂലു അൽആന ലാ തഹ്സൻ. എന്താണ് പറഞ്ഞത്? അമാ ഖുൽതു ലക ലാ തഖഫ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞില്ലേ. എപ്പോഴാ പറഞ്ഞത്? ഉറക്കത്തില്. ഞാനിത് പൂർത്തിയാക്കുന്നു. എപ്പോഴും ഉണർച്ചയില്. അഖൂലു അൽആൻ, ഈ ഉണർച്ചയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ലാ തഹ്സൻ, ലാ തഹ്സൻ, പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. കൊടുങ്കാറ്റ് പോലെ ശത്രുക്കളാകി വീശിയാലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും എത്ര ആളുകൾ ജയിലിലടക്കാൻ ശ്രമിച്ചാലും എന്തെല്ലാം അപവാദങ്ങൾ ഉണ്ടാക്കിയാലും ഏതെല്ലാം രൂപത്തിൽ ആക്ഷേപങ്ങൾ വന്നാലും എവിടെയൊക്കെ വെച്ച് കൊടുക്കാൻ ശ്രമിച്ചാലും എത്ര മന്ത്രിമാരും MLA മാരും MP മാരും അവസാനം ജഡ്ജിമാര് വരെ ശ്രമം നടത്തിയാലും ഞാൻ പറയട്ടെ, മടവൂർ ഉസ്താദ് ലാ തഹ്സൻ, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പണ്ഡിതനെ വിഷമിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? മടവൂരിന്റെ ആണ്ട് കഴിക്കുന്നവർ ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത്. മടവൂർ ഉസ്താദിന്റെ ആണ്ട് കഴിക്കുന്നവർക്ക് മടവൂർ ഉസ്താദിന് വിശ്വാസമുണ്ടെങ്കിൽ അവർ ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത്. ലാ തഹ്സൻ, നിങ്ങൾ ആലോചിച്ചു നോക്കും. ബഹുമാനപ്പെട്ട മടവൂർ ഉസ്താദിന്റെ നാവുകൊണ്ട് ലാ തഹ്സൻ ഇന്ന് നമ്മളത് അനുഭവിക്കുന്നില്ലേ? എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി, ഏതെല്ലാം രൂപത്തിൽ ആരോപണങ്ങൾ വന്നു, എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നു. മഹാനായ കാന്തപുരം ഉസ്താദിനെ പോലെ കേരളത്തിൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഏതെങ്കിലും ഒരാളുണ്ടായിട്ടുണ്ടോ? അതുണ്ടാകും. യഥാർത്ഥ പണ്ഡിതനല്ലാഹു 4 പരീക്ഷണങ്ങൾ നൽകുമെന്ന ഹബീബ് റസൂലുള്ളാഹി. ആ 4 പരീക്ഷണങ്ങളിൽപ്പെട്ടതാണ് സ്വന്തക്കാരായ ആളുകൾ ആക്ഷേപിക്കുക. ഇതുവരെ കൂടെ നടന്നവർ, കൊണ്ടു നടന്നിരുന്ന ആളുകൾ, അസ്തിഖാ, ശമാത്തത്തുൽ അസ്തിഖാ, സ്വന്തക്കാര ഭാഗത്തുനിന്ന് വരുന്ന ആക്ഷേപം യഥാർത്ഥ പണ്ഡിതന് വരുന്നൊരു പരീക്ഷണമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമോ, വിവരമില്ലാത്തവർ ഉപ്പുംചാക്കിൽ നിന്ന് ആ പണ്ഡിതനെ ആക്ഷേപിക്കുകയാണ്. മൂന്നാമത്തതോ, ആ പണ്ഡിതന് നേരെ അതാ വലിയ ആരോപണങ്ങളും വലിയ ആക്ഷേപങ്ങളും കടന്നു വരുന്ന സമയത്ത് ആ സമയത്ത് ഭരണകൂടത്തിൽ നിന്ന് എതിർപ്പ് വരികയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പണ്ഡിതന്മാര് പരിചയപ്പെടുത്തി വെച്ചത് മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ. ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കൂടെ നിൽക്കുന്നവർ ആക്ഷേപിക്കുമ്പോ, നാടൊട്ടാകെ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോ, സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആക്രമണം വരുമ്പോ, എല്ലാ ഭാഗത്തുനിന്നും വിവരമില്ലാത്തവരിങ്ങനെ അഭിപ്രായം പറയുന്ന സമയം വരുമ്പോ അതിനൊക്കെ ക്ഷമിക്കാനുള്ള കഴിവൊരു പണ്ഡിതന് റബ്ബ് നൽകിയാലോ, ആ പണ്ഡിതൻ അല്ലാഹു 4 പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ദുനിയാവിൽ വെച്ച് നൽകും. അതിലൊന്നാമത്തത് ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരമാണ്. ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരമാണ്. ഞാൻ പറയുന്നു, കേരളത്തിൽ ഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ കാന്തപുരത്തെ പോലെ അംഗീകാരമുള്ള മറ്റൊരു പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ?
മതരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പുറമേ സമ്മതിച്ചില്ല എങ്കിൽ തന്നെയും കാന്തപുരം ഉസ്താദിനെ പോലെ അംഗീകാരമുള്ളൊരു പണ്ഡിതനുണ്ട്. ഞാൻ പറയുന്നു, രണ്ടാമത്തേത് അല്ലാഹ് ആര് കണ്ടാലും